ചങ്ങായിമാരെ വളരെ വിഷമം പിടിച്ച അവസ്ഥയിലാണ് ഇപ്പം നമ്മളൊക്കെ ഉള്ളത്. എണ്ണ പൈസ ഡെയിലി കൂടിക്കൂടി വരുന്ന. ഇന്നലെ 2 രൂപയും 61 പൈസയുമാണ് കയറിയിട്ടുള്ളത് പെട്രോളിനും അതേപോലെ ഡീസലിനും. ഇന്ന് രാവിലെ നോക്കുമ്പം CNGക്ക് 2 രൂപ കൂട്ടി. അപ്പോൾ മൈലേജ് പ്രിഫർ ചെയ്തിട്ടാണ് CNG വരുന്നത്. അപ്പോൾ അതിനും നല്ലപോലെ നിരക്ക് കൂട്ടി, യുദ്ധം എന്നുള്ള പേരും പറഞ്ഞിട്ട്. ഓക്കെ, യുദ്ധം തുടങ്ങിയാൽ മറ്റുള്ള രാജ്യക്കാരാണ് അനുഭവിക്കുക വിലക്കയറ്റത്തിൽ. അത് പണ്ടേ അങ്ങനെയാണ്. പക്ഷേ യുദ്ധത്തിന് മുന്നേയും ഇവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാന് നല്ലപോലെ ഉണ്ടായി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർ ഇനി പണിക്ക് പോകുമ്പോൾ എല്ലാം തന്നെ ഓടുന്ന എണ്ണ പൈസ മുഴുവനായിട്ടൊന്നും കയറുന്നില്ല. ചെറിയ പൈസയാണ് കിലോമീറ്ററിന് കിട്ടുന്നത്. നമ്മൾ അത്രയും കൂടുതൽ അടിക്കുമ്പോൾ ഇനി നമ്മൾ ഈ ഒരു പണിക്ക് പോകാൻ വേണ്ടി വണ്ടി എണ്ണയടിക്കാനും അതേപോലെ വണ്ടിയുടെ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള പൈസയാണ് ഇനി ശമ്പളത്തിൽ നിന്ന് കരുതേണ്ടത്. ശമ്പളം കൂട്ടിത്തരുമൊന്നുമില്ലല്ലോ. ശമ്പളം ഇവിടുന്ന് കൂട്ടിത്തരൂല. 15,000-നും 12,000-നും വരെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുടുംബം നോക്കണം, കുടുംബത്തിലെ ചിലവ് വേറെ. ഇതൊക്കെ അറിഞ്ഞിട്ടും കൂടിയിട്ടാണ് കേന്ദ്രം ഇമാതിരി കളി കളിക്കുന്നത്. പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കൂട്ടിക്കൂട്ടി വരുന്നതിന് എന്തെങ്കിലും ഒരു തടയിടാനാണ് ശ്രമിക്കേണ്ടത്. ഇതൊന്നുമില്ല. ഇപ്പം ഒരുപാട് ഓട്ടോക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറക്കാതെ നിവൃത്തിയില്ല എന്നാണ്. അല്ലെങ്കിൽ അവർ ഓട്ടോ ചാർജ് കൂട്ടുന്നു. ഓട്ടോന് പിന്നെ കയറുന്നവർക്ക് മാത്രമാണ് ആ ഒരു പ്രശ്നം. അല്ലാത്ത സ്വന്തം വണ്ടിയുള്ളവർക്ക് ഇപ്പം എന്നാ പറയണ്ട, എണ്ണ പൈസ കൂടുന്നത് ഓർത്താൽ മതി. വീണ്ടും ഇനി സൈക്കിളിലേക്കോ മറ്റോ മാറേണ്ട ഒരവസ്ഥയാണ്. അടുത്തും അങ്ങനെ സൈക്കിളെടുത്ത് പോകാൻ പറ്റുന്നിടത്തൊക്കെ സൈക്കിളെടുത്ത് പോകേണ്ട ഒരവസ്ഥ വരും. കാരണം അത്രയും വഷളായിരുന്നു സ്ഥിതി. ഒന്നൊരു ദിവസം കൂട്ടിയെന്ന് വെച്ചിട്ട് വീണ്ടും കൂട്ടാൻ ഇവർ എന്നാ പറയണ്ട, അതിനോട് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പുകളിൽ എഥനോള് പിന്നെ എന്നാ പറയണ്ട 30% എഥനോള്. പിന്നെ എഥനോള് തന്നെ വെച്ചിട്ട് വണ്ടി ഓടിച്ചാൽ പോലെ. എന്ത് ഒരു വൃത്തികെട്ട പരിപാടിയാണ്. കാരണം വെച്ചാൽ എല്ലാം തന്നെ ഈ എഥനോൾ കൊണ്ടാണ് പകുതി മുക്കാൽ വണ്ടിയും കത്തുന്നതെന്നാണ് പിന്നെ കേൾക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് എഥനോൾ മിക്സിങ്ങിൻ്റെ പ്രശ്നമാണ്. ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ പെട്രോൾ ഇതുവരെ മിക്സ് ചെയ്യാത്ത ഓരോ പിന്നെ സാധനങ്ങളാണ് ഇപ്പം മിക്സ് ചെയ്തിട്ട് വരുന്നത്. എല്ലാം തന്നെ വെള്ളം ചേർക്കുന്നുണ്ട്, വേറെ കാര്യം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, പെട്രോളിൻ്റെ ഗുണമേന്മയൊന്നും ഉണ്ടാവില്ല. ഇത് കൂട്ടി ഇത് പാവപ്പെട്ടവരുടെ അവസ്ഥ മനസ്സിലാക്കി. ഒരാൾ പറയുന്നുണ്ടല്ലോ, പിന്നെ വയസ്സായ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് 2 ലക്ഷം ഉറുപ്പിക ഉണ്ട്, അതുകൊണ്ട് എന്നെ ഇത് ബാധിക്കുന്നില്ല. അയാളെ ബാധിക്കുന്നില്ല. ഓക്കെ, അയാളെ